ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ ഡെയിലി വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വശമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് പുല്ലൊക്കെ ഇതായി നല്ല വൃത്തികേടായി കിടക്കേണ്ട. ഞങ്ങൾ ഈ ഭാഗത്തേക്ക് വരാറേ ഇല്ല, അധികവും പാല് വാങ്ങാൻ മാത്രമാണ് വരാറുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുട്ടികളും എല്ലാവരും കൂടെ മെനക്കെട്ട് നിൽക്കുകയാണെന്ന്. ഇന്ന് അത്താഴം കഴിഞ്ഞിട്ട് ആരും കിടക്കുകയൊന്നും ചെയ്യാതെ നേരെ വന്നിരിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോഴേക്കും വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കഴുകാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് പ്രഷർ വാഷറൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികൾ. ഇനി അതിനൊക്കെ ഒന്ന് കഴുകണം. ഒരാളതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് തരണം, ഞാനതൊക്കെ ഉരച്ച് കൊടുക്കണം. ഇനി ഒരാൾ വീഡിയോ എടുക്കുകയാണ്, അതുകൊണ്ടാണ് കാണാത്തത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പ്രഷർ വാഷർ കൊണ്ട് നീങ്ങുന്നതിനനുസരിച്ചിട്ട് അത് നമുക്കൊരാൾ പിന്നാലെ അത് കൊണ്ടുവന്ന് തരണം. വളരെ ബുദ്ധിമുട്ടിയിട്ട് എല്ലാവരും കൂടെ നിന്നിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഒക്കെ നനഞ്ഞ് നാറിയിരിക്കണം. എല്ലാവരും ഒക്കെ ഒന്ന് പോയി ഒന്ന് കുളിച്ച് റെഡിയായി. കുറച്ച് തുണിയുണ്ട്, അതുകൂടെ ഒന്ന് മടക്കണം. ഇന്ന് ഇഫ്താറിന് കോഴിക്കോടൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ കൂടെ ഞാനിതിൽ വെക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അറിയണവർ കാണണ്ട, അല്ലാത്തവർ കാണുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 8 പച്ചമുളക്, 12 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം, 1/2 സ്പൂണ് വലിയ ജീരകം ഇട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് 2 വലിയ സവോള, ഒരു തക്കാളി, ആ അരച്ച അരപ്പിൽ നിന്ന് 1 സ്പൂൺ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ആ മിക്സിയിലിട്ട് അരച്ച്. ഇനി 1/2 കപ്പ് മല്ലിയില, 1/2 കപ്പ് പുതിനയില, ഒരു 6 തണ്ട് കറിവേപ്പില എന്നിവ ഇടുക. 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ മുളക് പൊടി, 1/2 കപ്പ് തൈര്, ഒരു നാരങ്ങ നീര് എന്നിവ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമുക്കിങ്ങനെ പിഴിയുമ്പോൾ വെള്ളം വരുന്ന രീതിക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് നല്ലോണം ആക്കുക. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. ഒരു 1-1.5 മണിക്കൂർ വെക്കുക. ഇനി 100 അത് കഴിയുമ്പോഴേക്കും നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് 100 വെളിച്ചെണ്ണയില്ല, ഓയിൽ 100 നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ചൂടാകുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരുക. അതിലേക്ക് തിന്നായിട്ട് അരച്ച് കട്ട് ചെയ്തിട്ടുള്ള ഒരു 2 സബോളയും ഇട്ട് വറുത്ത് കോരിയെടുക്കുക. എന്നിട്ട് അതേ എണ്ണയിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഒരു പാത്രം അരിയാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് 1.5 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പ്, പിന്നെ അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടെ ഇട്ട് നമ്മളത് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ട് ആ നേരം കൊണ്ട് നമ്മൾ വറുത്ത ഉള്ളിയും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പൊട്ടെന്ന് പറഞ്ഞാൽ ഒരു 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നമ്മളത് നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടാകും. നോക്കാം നമുക്ക്. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കൊടുത്ത് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഒന്ന് തിളച്ച് കഴിഞ്ഞ ശേഷം ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ 1/2 വേവായിട്ട് എടുക്കണം അരി. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് ദമ്മിലിടാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് അരി ഇങ്ങനെ നിരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുക. അങ്ങനെ 2-3 ലെയറായിട്ട് നിരത്തിയതിന് ശേഷം കുക്കർ അടച്ച് വയ്ക്കുക. വിസിൽ വെക്കരുത്. അതിന് ശേഷം ആദ്യം 10 മിനിറ്റ് ഫുള്ളായിട്ട് ദമ്മിലും പിന്നെ ഒരു 30 മിനിറ്റ് സിമ്മിൽ ചെറിയ അടുപ്പിലിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇഫ്താറിനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണണം. കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു.